ശക്തിയുള്ള ശാന്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 50 സീറ്റിന് മുകളിൽ ഇടതുമുന്നണിക്ക് കിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന സ്വന്തം പാർട്ടി പ്രവർത്തകനോട് കയർത്ത പിണറായി കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെയും കടന്നാക്രമിച്ചു. തുടർന്ന് ഭരണം കിട്ടില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് കാരണം അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസാധാരണമായ പ്രതിഷേധ നാടകങ്ങളുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർട്ടി മുഖ്യ പത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രം മുൻഗണന നൽകുന്നു എന്നാരോപിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. ഇത് മോശമാണ്. CMA കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്ന് മാധ്യമപ്രവർത്തകൻ പരസ്യമായി വിളിച്ചു പറഞ്ഞതോടുകൂടി വാർത്താ സമ്മേളനം സംഘർഷഭരിതമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശകലനം ചെയ്യാനും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം CPM അനുഭാവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുവെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്നുവെന്നും പ്രതിഷേധിച്ചവർ ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ 7 പേരുണ്ടായിരുന്നു. ഇവരുടെ ചോദ്യങ്ങൾ ആദ്യം വരും, പിന്നീട് സമയമായെന്ന് പറഞ്ഞ് പിണറായി പോകും. SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകര് ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് പ്രസക്തി ഏറെയായിരുന്നു. കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിലും നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മടങ്ങിയ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തി മൈക്കിന് മുന്നിലിരുന്നു. 3 ചോദ്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതോടുകൂടിയാണ് മറ്റ് മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുന്നത്. ഇതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിന് വന്നിരുന്ന മറുപടി നൽകുകയുമായിരുന്നു. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരെന്നും സമയം കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SDPI CPIM ഡീല് ആരോപണമടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിപ്പോയതോടുകൂടി മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. സംവാദം വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പ്രതിഷേധക്കാർ തന്നെ കുറ്റപ്പെടുത്തി. 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിലെ പാളിച്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരേപോലെ സംവാദ വെല്ലുവിളി നടത്തുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്ന ചർച്ചകൾ ഉയരുന്നുണ്ട്. ഇത്തരം സംഘർഷങ്ങളെ CPM കേന്ദ്ര നേതൃത്വം അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനവും ഇപ്പോൾ പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നും നാളെയും ഒക്കെ എത്തും. ഈ സാഹചര്യത്തിൽ നാളെ മുഖ്യമന്ത്രി എന്തു പറയുമെന്ന് നിർണായകമാണ്. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. ഏത് മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. മറുപടി വിശദമായി തന്നെ പറഞ്ഞു. നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചെന്ന് വരില്ല. സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. മുഖ്യൻ പോയതോടുകൂടി CPM ക്യാപ്സ്യൂളായി രംഗത്തിറങ്ങി. മുഖ്യമന്ത്രിയോട് സംസാരിച്ച മാധ്യമപ്രവർത്തകർ കോൺഗ്രസുകാരനാണ് എന്നാണ് പ്രധാന ആക്ഷേപം. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലും സഖാക്കൾ എഴുതി. ചില സൈബർ ഗ്രൂപ്പുകൾ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് അവരെ വരെ എഴുതിയിട്ടുണ്ട്. വിജയരാഘവൻ പറഞ്ഞത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വർത്തമാനമാണ്. മുഖ്യമന്ത്രിയോട് സംസാരിച്ച മാധ്യമപ്രവർത്തകർ കോൺഗ്രസുകാരാണെന്നാണ് പ്രധാന ആക്ഷേപം. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലും സഖാക്കൾ അങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ചില സൈബർ ഗ്രൂപ്പുകൾ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. എന്തിനേറെ മീനുകൾക്കോ മുതലക്കുഞ്ഞുങ്ങൾക്കോ ഭക്ഷണമായി മാറുമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. വിജയരാഘവൻ പറഞ്ഞത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വർത്തമാനം തന്നെയാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്ന CPM നേതാവ് A വിജയരാഘവൻ പറയുന്നു. മാധ്യമപ്രവർത്തകർ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ച് പ്രകോപനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ ആക്ഷേപിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിനുള്ള മേൽക്കൈ ഇല്ലാതെയാക്കാൻ മുഖ്യമന്ത്രിയുടെ നേട്ടം, ഉച്ചാരണശുദ്ധി, സമീപന രീതി എന്നിവയൊക്കെ മുറിച്ചെടുത്ത വ്യക്തിപരമായി അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന പ്രചാരണ വേലകളാണ് നടക്കുന്നത്. ഇതെല്ലാം കേരളം നിരാകരിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ചിത്രം വെക്കുന്നതിനെയും അദ്ദേഹം ന്യായീകരിച്ചു. തനിക്കറിയാവുന്ന പിണറായി വിജയൻ വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്നയാളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമായാണ് പിണറായിയുടെ ചിത്രം വെക്കുന്നത്. പാർട്ടി വിട്ടുപോയവർക്ക് പഴയ 2000 രൂപയുടെ നോട്ടിന്റെ വിലയേ ഉള്ളൂ. മുൻ മന്ത്രി ജി സുധാകരൻ പാർട്ടിയോട് കാണിച്ചത് വഞ്ചനയാണ്. KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോൾ കടുത്ത വിമർശനം നടത്തിയ ആളാണ് സുധാകരനെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഡിസംബർ 11-ന് കണ്ണൂരിൽ തദ്ദേശ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചോദ്യമുയർത്തി. സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നാണ് പിണറായി ചോദിച്ച ചോദ്യം. ലക്ഷ്യം കോൺഗ്രസും UDF-ഉമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിയുള്ള CPM പ്രചാരണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ വകയൊരു പഞ്ച് ഡയലോഗ്. CPM സൈബർ സേന ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഈ ചോദ്യം ഏറ്റെടുത്തു. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വൈകിയില്ല. അടിച്ചത് തിരിച്ചടിച്ചും സംഗതി കൊഴുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം DYFI ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകൾ ഈ വിഷയത്തെ ചൊല്ലിയായിരുന്നു. ശശിയും PK ശശിയും മുകേഷും ഏറ്റവും ഒടുവിൽ PT കുഞ്ഞുമുഹമ്മദും അടങ്ങുന്ന വിരലുകൾ സ്വന്തം മുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒരു പാർട്ടിയും അതിന്റെ നേതാക്കളും മുഴക്കുന്ന ആക്രോശങ്ങൾ കാപട്യത്തിന്റെ മറുകരയിലേക്കുള്ള ഒന്നൊന്നര യാത്രയായിരുന്നു. ശബരിമലയിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യ, ക്രമസമാധാനം, സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ സമ്പദ് മേഖലകളിലും കള്ളത്തരം നാടകമായി നടക്കുകയും 10 വർഷങ്ങളായി കഴിയുകയും ചെയ്തു. കോൺഗ്രസിന്റെ ദുർബലമായ സംഘടനാ സംവിധാനത്തിലായിരുന്നു CPM-ന്റെയും ഇടതുമുന്നണിയുടെയും പ്രതീക്ഷകൾ. കുടുംബശ്രീയും സഹകരണ ബാങ്കുകളും അടങ്ങുന്ന വലിയൊരു സംവിധാനം വിളിപ്പുറത്തുണ്ടെന്നും പഞ്ചായത്തുകളും നഗരസഭകളും തങ്ങൾക്ക് അട്ടിപ്പേറ് കിട്ടിയിട്ടുള്ളതാണെന്നും ഉള്ള അന്തിമ ആത്മവിശ്വാസത്തിൽ അടിത്തട്ടിൽ തിളച്ചു മറിഞ്ഞ ജനരോക്ഷം CPM നേതൃനിരയ്ക്ക് പിടികിട്ടാതെ പോയി. തദ്ദേശ ഇലക്ഷനിലെ ഇതേ സ്ഥിതിയാണ് നിയമസഭയിലും വരാൻ പോകുന്നത്. 2021-ൽ സ്വപ്ന തുല്യമായ ഈ സമ്മതി പത്രമാണ് കേരളം പിണറായി വിജയന് നേതൃത്വം നൽകിയത്. പക്ഷേ ആ ജനവികാരത്തിന്റെ സത്ത ഉൾക്കൊള്ളാൻ പിണറായിക്കും CPM-നും കഴിഞ്ഞില്ല. KK ശൈലജ, തോമസ് ഐസക്, G സുധാകരൻ എന്നിവരെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ പ്രാമുഖ്യം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധേയമായിരുന്നു. അധികാരം അത്രയും പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു.